വരുമ്പോൾ നമ്മൾ വാഹനം മറിഞ്ഞ് നടക്കുന്ന ആളുകൾ കൂടി നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ ആളുകൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആളുകൾ ഈ പരിക്ക് പറ്റിയ ആളുകളെ വാഹനത്തിൽ കയറ്റി സ്വകാര്യ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ നമ്മൾ അകത്ത് ആളുണ്ടോ എന്നുള്ളൊരു സംശയത്തിൻ്റെ മുകളിലാണ് പിന്നെ വാഹനം ഇപ്പോൾ മാറ്റിയത്. ഇപ്പോൾ അതിനകത്ത് ആരുമില്ല. 4 പേരെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നത്. അവിടുത്തെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞില്ല. സാർ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ഒരു ലോറി ആയിരുന്നു ഇത്, അങ്ങനെയാണോ? അങ്ങനെയായിരുന്നു അപകടത്തിന്റെ പൊസിഷൻ? അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറി എന്നാണ് പോയിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ ഓപ്പോസിറ്റ് ഇവിടുന്ന് വരികയായിരിക്കും. ഇവിടെ സ്കൂൾ വിട്ട് നടന്ന് കരിമ്പോ സ്കൂൾ വിട്ട് നടന്നു പോകുന്ന കുട്ടികളാണെന്നാണ് പ്രാഥമികമായി നമ്മൾ അറിഞ്ഞ വിവരം. താങ്കൾ അടങ്ങുന്ന സംഘം എപ്പോഴാണ് ഇവിടെ എത്തിയത്? കൃത്യമായ സമയം നമ്മൾ ഒന്നും നോക്കിയില്ല. വിവരം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ കണ്ട കാഴ്ച നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വീണ ആളുകൾ ഇപ്പോൾ സിമെന്റ് ലോഡ് ഉണ്ടായിരുന്നു. ആ സിമെന്റ് ലോഡൊക്കെ ആളുകൾ ഇറക്കി മാറ്റിയിട്ട് പരിക്ക് പറ്റിയ ആളുകൾ ആശുപത്രിയിൽ കൊണ്ടുപോകാണ്. ഈ പരിക്ക് പറ്റിയ കുട്ടികൾ പറയുമ്പോൾ 4 പേരായിരുന്നോ? 4 പേരാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൽ 4 പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ ആളുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ല. അവര് ഈ വാഹനത്തിന്റെ അടിയിലായിരുന്നു? എന്തായിരുന്നു അവരുടെ? വാഹനത്തിന്റെ അടിയിലായിരുന്നു. ആ വാഹനത്തിന്റെ അടിയിലായിരുന്നു. അവർ റോഡ് സൈഡിലൂടെ. എങ്ങനെ നിങ്ങൾ പുറത്തേക്ക് എടുത്തത്? അത് നാട്ടുകാരാണ് എടുത്തത്. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് നടക്കുന്ന തന്നെയാണ് സംഭവം. എന്താണ് ഇത്? എന്താ ഇവിടെ സംഭവിച്ചത്? എന്താണെന്നാ മനസ്സിലാക്കുന്നത്? സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി മറിഞ്ഞതിൻ്റെ അടിയിലാണ് പിള്ളേർ കിടക്കുന്നത്. നാട്ടിലെ എല്ലാ പ്രവാസി എല്ലാവരും മുടി മുറിച്ചിട്ടാണ് ഒരു കുട്ടിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്താ വെച്ചാൽ ടയറിൻ്റെ അടിയിലായിരുന്നു കുട്ടികൾ. മറ്റേ വണ്ടി ഇടിച്ച് ഈ വണ്ടിയും കൂടെ ഒരു ബൈക്കിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ബൈക്കിന് പിന്നെ ഒന്നും പറഞ്ഞില്ല. ബൈക്കിൻ്റെ ഇടയിൽ പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടിച്ച് ചാടിയിട്ടാണെന്ന് പറഞ്ഞു. ബൈക്ക് ലോറിന്റെ ഇടയിൽ ചാടിയെന്നാണ്, കുറുക ചാടിയെന്ന് പറയുന്നത്. അങ്ങനെയാണ് നിയന്ത്രണം വിട്ടതെന്നാണോ? നിയന്ത്രണം വിട്ട് ബ്രേക്ക് കിട്ടില്ല. വണ്ടി ചവിട്ടിയേക്ക് ബ്രേക്ക് ചവിട്ടിയേക്ക് വണ്ടി പാളി. വണ്ടി ഇവിടെ എപ്പോഴും ശില്പാകുന്ന സ്ഥലമാണ് ഈ ഏരിയ. റീജിത്ത്, ഇതൊരു സ്ഥിര അപകട മേഖലയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നത്, അടിയന്തരമായിട്ടൊരു തീരുമാനം. ഈ റോഡിൽ മഴ പെയ്താൽ കഴിഞ്ഞു ഇവിടെ താഴത്ത് ഉറപ്പായിട്ടും ആക്സിഡന്റ് ഉണ്ടാവും. ഇത് ആൾക്കാർ ഓടിക്കൂറുക, എളുപ്പം ആൾക്കാരെ എടുക്കുക. ഇതിനാണ് നമുക്കൊരു ഫയർ പോലീസിൻ്റെ അടുത്തില്ല. ഇവരൊക്കെ എത്തുന്നതിനും നമുക്ക് പോകേണ്ട ജീവൻ പോകും. ഈ ദുബായ്ക്കൊന്നും ഇവിടെ ഒരു ബസ് അപകടം അടുത്ത് നടന്നിരുന്നല്ലേ? ഈ അടുത്ത് ബസ് അപകടം, അത് ആ ബിൽഡിങ്ങിന്റെ അവിടെ വണ്ടി മറിയൽ, ഇതൊക്കെ സ്കൂൾ കുട്ടികൾ എപ്പോഴും ബസ് കാത്തിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിനൊന്നും ജനങ്ങൾക്ക് സർക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വം. അതിന്റെ പ്രശ്നം എന്താ? റോഡിന്റെ റോഡ് ഗ്രിപ്പില്ല. സംഭവം ഒന്നാമതാണ്. ഈ ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം തോണ്ടിയത്. ഇതിന് നിൽക്കൂല. മഴ പെയ്താൽ മുകളിൽ നിന്ന് ഇറങ്ങണ വണ്ടി മറയും. ശരിയാണ് റീജിത്ത്, നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു പാതയാണിത്. ഇവിടെ റോഡിന് ഗ്രിപ്പ് വളരെ കുറവാണ്. അത് ശരിയാണ്. ആളുകൾ പറയുന്ന പരാതി അത് ജെന്യുവൻ ആയൊരു പരാതിയാണ്. കാരണം ഇവിടെ ഗ്രിപ്പ് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ലേഖകൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റീജിത്ത്, അമീൻ, ഈ മരിച്ച കുട്ടികളുടെ പേര് വിവരങ്ങളാണോ അത്? നിത, റിത, ഇർഫാന, ആയിഷ എന്നീ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 കുട്ടികളെ ഇസാഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികൾ മരണപ്പെട്ടതായാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ആശുപത്രിയിൽ 4 ആശുപത്രിയിൽ എത്തിച്ച 4 പേരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ അമീൻ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതിങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാഹനങ്ങൾ ഇനിയും ഇതിലൂടെ കടത്തി വിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് ഇങ്ങനെ അതിവേഗത്തിൽ സ്വീകരിച്ച് പോരുകയാണ്. ആ നടപടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഇപ്പോൾ ഈ ശാന്തകുമാരി MLA ഒക്കെ അവിടേക്ക് ആശുപത്രിയിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് ഒരു ഫൈനൽ അപ്ഡേറ്റ്, നമുക്ക് ഈ മരണം സംബന്ധിച്ചൊരു ഫൈനൽ അപ്ഡേറ്റ് കൂടി ലഭ്യമാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അപകടമാണ് ഇന്നിപ്പോൾ ഈ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നടന്നപ്പോൾ ആദ്യം ഓടിയെത്തിയെന്നറിയോ? പെട്ടെന്ന് എത്തിയത് ഇവിടെ കടക്കാർ, ഇവിടെ ഒരു തെയ്യക്കാരുണ്ട്, മൂപ്പരാണ് ഓടിയെത്തിയോ ഇവിടുന്ന്. ഞങ്ങള് 12:04:20 25 അറിഞ്ഞു. അപകടം നടന്നത് 4 മണിയോട് കൂടിയായിരിക്കും. 4:20 അപകടം. സ്കൂൾ വിട്ട് കുട്ടികൾ സ്ഥിരം നടന്നുകൊണ്ട് കുട്ടികളാണ്. ഒരു കുട്ടി ഓടി രക്ഷപ്പെടുന്നത്. ഇവിടെ ഒരു ചെറിയൊരു തർക്കം രൂപപ്പെടുന്നുണ്ട്. നാട്ടുകാരും പോലീസും തമ്മിൽ ഒരു ചെറിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് വ്യക്തമല്ല. ഈ റോഡിന്റെ അപകടങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അതിന് സർക്കാർ അതിനുള്ള അനുമതി കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ്. എപ്പോഴും ഇവിടെ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അതായത് നാട്ടുകാർക്ക് ഒരു പരാതി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഗ്രിപ്പ് വളരെ കുറവായതുകൊണ്ട് തന്നെ നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അക്കാര്യം പോലീസിനോട് ധരിപ്പിക്കുകയാണ് അവർ. അപ്പോൾ അതൊരു ചെറിയൊരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാട്ടുകാർ അത് അനുവദിക്കുന്നില്ല. നാട്ടുകാരെ അവർക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണം. ഇനിയും ഇവിടെ ജീവൻ പൊലിയാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. അത്തരത്തിലുള്ളൊരു അവരുടെ ധാർമ്മികമായിട്ടുള്ളൊരു രോഷമാണ് നമുക്ക് ഇവിടെ
കാണാൻ കഴിയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് പരമാവധി അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടു റോഡിൽ തന്നെ വലിയ തർക്കങ്ങൾ അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിനോട് രൂക്ഷമായ ഭാഷയിൽ തന്നെ അവർ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇനിയും ഇങ്ങനെ ഈ റോഡിൽ ഈ നിരത്തിൽ ജീവൻ പൊലിയാൻ അനുവദിക്കില്ല തങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അവർ. അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പ്രശ്നം അവസാനിപ്പിക്കാതെ, അതായത് ഈ റോഡിന്റെ പരിമിതി നിരന്തരം ഇവിടെ തുടർക്കഥയാകുന്ന ഈ അപകടങ്ങൾ ഒഴിവാക്കാതെ ഇനി ഇപ്പോൾ റോഡ് പുനഃസ്ഥാപിക്കേണ്ട, വാഹനങ്ങൾ കടത്തിവിടേണ്ട എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയാണ് അവർ. ഇത് ഒന്നോ രണ്ടോ തവണയല്ല, നിരന്തരം ഈ മേഖലയിൽ ഇങ്ങനെ അപകടങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്താണ്, അടുത്ത കാലത്താണ് ഇവിടെ ഒരു അപകടം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്തോട് ചേർന്ന് തന്നെ 2 ബസ്സുകൾ കൂട്ടിയിടിച്ച് അതിരാവിലെ തന്നെ ഒരു അപകടമുണ്ടായ കാഴ്ച കൂടി നമ്മൾ ലോഡ് കൊണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ അതിൽ പാലക്കാടേക്ക് 2-3 ട്രിപ്പ് എടുത്ത് പോകലുണ്ട്. പോകുമ്പോൾ ലോഡും കൊണ്ട് റിട്ടേൺ പോരുമ്പോൾ വണ്ടി ഒരു ഭാഗത്തേക്ക് ഈ വളവ് ഓടിയുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് വലിയാണ്. അതേപോലെ ലോഡ് കൊണ്ട് റിട്ടേൺ കയറുമ്പോൾ ഈ ഭാഗത്തേക്ക് വണ്ടി കൊലിച്ചിലാണ്. കാരണം റോഡ് ഇങ്ങനെ സ്ലോപ്പ് ഒരിക്കലും ഇങ്ങനെ പാടില്ലല്ലോ. റോഡ് കറക്റ്റ് വളവ് അടിച്ച് വരുമ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടല്ലേ പോകേണ്ടത്. പിന്നെയാണ് ഇവിടുന്ന് ഓടി പോകേണ്ടത്. ഇവിടെ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഓലി നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ ഗ്രിപ്പ് കിട്ടില്ല. ഇങ്ങോട്ട് JCB കൊണ്ട് മാന്തി അവിടെ നോക്കി കാണാം ഗ്രിപ്പ് പിടിച്ചാൽ വേണ്ടി. ആ പാട് കാണാം. JCBയോട് മാന്തിക്കാണ് എന്തിനും വണ്ടിക്ക് ടയർ ഗ്രിപ്പ് ഇട്ടാ. ലോൺ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ബ്രേക്ക് കിട്ടില്ല. അതാണ് ഇതിലെ ഇപ്പൊ സ്ഥിരം പോകുന്ന യാത്രക്കാരാണ് ഇത് പറയുന്നത്. സ്ഥിരം പോകുന്ന യാത്രക്കാർക്ക് അറിയാം എന്താണ് ഈ റോഡിന്റെ സാഹചര്യം എന്നുള്ളത്. അപകട സാധ്യത വളരെ കൂടുതലുള്ള റോഡാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാട്ടുകാർ ഈ പ്രതിഷേധം ഉന്നയിക്കുന്നത്. അവർ പോലീസിനോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം ഈ റോഡിനെ എന്നുള്ളതാണ്. അതല്ലാതെ ഒരു നിലയ്ക്കും താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും പരിഹാരം കണ്ടതുകൊണ്ടായില്ല, അതിന് തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് ആ പ്രതിഷേധക്കാർക്ക് എന്താണ് പറയാനുള്ളത്? അവരെ ഏത് സാഹചര്യത്തിലാണ് പോലീസിനോട് അവർ ഇത്തരത്തിൽ അവരുടെ പ്രതിഷേധം ഉയർത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. അവർ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ നിലവിൽ തയ്യാറുമല്ല. എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. റീജിത്ത്, ഇനി ഒരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവര് വെറുതെ മാന്തിട്ട് പോകും. ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചു അറിയോ? എത്ര മരണം ഇവിടെ സംഭവിച്ചു? ഈ റോഡ് നേരെ പണിതിട്ടില്ലെങ്കിൽ ഒരു വണ്ടി ഇതിന് വിടില്ല. റോഡ് പുനഃസ്ഥാപിച്ചിട്ട് ഇങ്ങനെ തന്നെ വേറെ ആക്സിഡന്റുകൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. നാട്ടുകാരുടെ രോഷം, നാട്ടുകാരുടെ പ്രതിഷേധം അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പോലീസിനോട് അതിരൂക്ഷമായിട്ടുള്ള അവരുടെ പരാതികൾ, അവരുടെ വേദനകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണില്ല. എത്ര റോഡ് കഴിഞ്ഞ തൊട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു. രാജ്യത്തെ ഈ നടു റോഡ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അപകടം അവിടെ തുടർക്കഥയാണ്. നിരന്തരം അവർ പരാതി ഉന്നയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടപടി നല്ല കാര്യം സാർ. നിങ്ങൾ എല്ലാ പ്രാവശ്യം ഇവിടെ തീരുമാനം സാർ ഇവിടെ നോക്കി സാർ ഒന്നിട്ട് ജീവനല്ല എത്ര ജീവനോളൂ ഓരോ ജീവനോട് പറയാനുള്ളത് എത്ര ജീവനോട് പോയി നിങ്ങൾ നേതൃത്വത്തിൽ പാലക്കാട് മണ്ണാർക്കാടാണ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞുകയറി വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം
തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപകടങ്ങൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടലില്ലാതെ ഇനി ഈ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന നിലപാടാണ് നാട്ടുകാർക്കുള്ളത്. ഇവർ വലിയ പ്രതിഷേധമുയർത്തുന്നു. ഒരു നാടൊന്നാകെ ഒന്നിച്ചുകൂടി പോലീസിന് നേരെ ഈ വിഷയത്തിൽ പരിഹാരമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അത് പ്രതിഷേധം അറിയിക്കുകയാണ്. തുടർച്ചയായി കഴിഞ്ഞ ദിവസവും ഒരു ബസ് അവിടെ അപകടത്തിൽപ്പെടുന്ന നിലയുണ്ടായിരുന്നു. തുടർച്ചയായി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ അവർ പെടുത്തിയതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല.